everyone, very good morning to all. നമ്മൾ എന്താ മക്കളെ നമ്മുടെ സബ്ജക്റ്റ് ഏതായിരുന്നു? ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് സർവീസസ് അല്ലേ? ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് സർവീസസിന്റെ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്താ നോക്കിയത്? ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്താ, അതിലെ ഡിഫറെന്റ് ക്ലാസിഫിക്കേഷൻസിലാണ് നമ്മൾ എൻഡ് ചെയ്തത് അല്ലേ? നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് ഫിനാൻഷ്യൽ സിസ്റ്റം എന്താണ്, അതിൻ്റെ 4 എലമെന്റ്സ് അല്ലെങ്കിൽ 4 കോമ്പണൻസ്. ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഉണ്ട്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഫിനാൻഷ്യൽ മാർക്കറ്റും ഉണ്ട്, ഫിനാൻഷ്യൽ സർവീസസും ഉണ്ട്. ഇതിലെ ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ്സ് ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞു, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഏതൊക്കെയാണ് അല്ലെങ്കിൽ എന്താണെന്ന് പറഞ്ഞു, ഫിനാൻഷ്യൽ മാർക്കറ്റ് എന്താണെന്ന് പറഞ്ഞു, അതിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് പറഞ്ഞു. അതേപോലെ ഫിനാൻഷ്യൽ സർവീസസ് എന്താണെന്ന് പറഞ്ഞു. അതിൽ 2 രീതിയിലാണ്, ഫീ ബേസ്ഡ് ആക്ടിവിറ്റീസും ഉണ്ട്, ഫണ്ട് ബേസ്ഡ് ആക്ടിവിറ്റീസും ഉണ്ട്. അതിൻ്റെ 2ൻ്റെയും എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞില്ലേ. ഇനി പറയാൻ പോകുന്നത് ഈ ഫിനാൻഷ്യൽ സർവീസസ്, നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞതാണ്. ഇനി ഫിനാൻഷ്യൽ സർവീസസിലെ മേജർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 5 ഫിനാൻഷ്യൽ സർവീസസ് നമ്മൾ ഒന്ന് ഡീറ്റെയിൽ ആയി നോക്കുകയാണ് കേട്ടോ. ഇതിലെ 5 നമ്മൾ ഓൾറെഡി എക്സാമ്പിൾ പറഞ്ഞു നിർത്തിയതാണ്. ഇനി അത് എന്താണെന്ന് ഡീറ്റെയിൽ ആയി നോക്കുകയാണ്. ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ഫിനാൻഷ്യൽ സർവീസസ്, ഏതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സർവീസുകൾ? ഫസ്റ്റ് വൺ മർച്ചന്റ് ബാങ്കിങ്, സെക്കൻഡ് വൺ സ്റ്റോക്ക് ബ്രോക്കിംഗ്, third one credit rating, then fourth one factoring services, fifth one venture capital financing. ഈ 5 കുറച്ച് ഡീറ്റെയിൽ ആയി പഠിക്കാനുള്ളൂ. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫിനാൻഷ്യൽ സർവീസസ് ആണ് ഈ 5. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്താ നോക്കുക? ആദ്യത്തെ പോയിന്റ് ഏതാ? മർച്ചന്റ് ബാങ്കിങ് ആണ്. മർച്ചന്റ് ബാങ്കിങ് എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫിനാൻഷ്യൽ സർവീസ്. അപ്പോൾ അതെന്താണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഈ മർച്ചന്റ് ബാങ്കിങ് എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷ് കൺസെപ്റ്റാണ്. ബ്രിട്ടീഷ് കൺസെപ്റ്റാണ് മർച്ചന്റ് ബാങ്കിങ് എന്ന് പറയുന്നത്. അത് നമ്മുടെ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഗ്രിൻഡ്ലേസ് ബാങ്ക് ആണ്. അത് 1969 മർച്ചന്റ് ബാങ്കിങ് എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ഇന്ത്യയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതൊരു ബ്രിട്ടീഷ് കൺസെപ്റ്റ് ആണ്. ഇൻട്രൊഡ്യൂസ്ഡ് ബൈ, ആരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? ഗ്രിൻഡ്ലേസ് ബാങ്ക്. ഓക്കെ, ഇനി ഈ 1969 ഈ ഒരു കൺസെപ്റ്റ് നമ്മുടെ ഇന്ത്യയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ പറഞ്ഞു. അത് പ്രോഗ്രസീവായി, കുറച്ചൊരു പ്രോഗ്രസീവായിട്ട് അത് തുടങ്ങിയത് അല്ലെങ്കിൽ ആ ഒരു ഇതിനൊരു ഗ്രോത്ത് ഉണ്ടായിട്ടുള്ളത് 1970 മുതലാണ്. ആ ഒരു 1970 പീരീഡ് മുതലാണ് ഈ മർച്ചന്റ് ബാങ്കിങ് എന്ന് പറയുന്ന ആ ഒരു ഫിനാൻഷ്യൽ സർവീസ് ഭയങ്കര പ്രോഗ്രസീവായി മൂവ് ചെയ്തത്. 1969 ഗ്രിൻഡ്ലേസ് ബാങ്ക് എന്ന് പറയുന്ന ആ ഒരു ബാങ്ക് ആ ഒരു ബ്രിട്ടീഷ് കൺസെപ്റ്റ് ആയിട്ടുള്ള മർച്ചന്റ് ബാങ്കിങ് ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നു ഫസ്റ്റ് ടൈം. ഇനി മർച്ചന്റ് ബാങ്കിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഫീ ബേസ്ഡ് കൺസൾട്ടൻസി സർവീസസും ഉണ്ട്, ബാങ്കിങ് സർവീസസും ഉണ്ട്. 2 രീതിയിലുള്ള സർവീസുകളാണ് മർച്ചന്റ് ബാങ്കിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതൊക്കെയാണ്? കൺസൾട്ടൻസി സർവീസസ് ആൻഡ് ബാങ്കിങ് സർവീസസ്. ഓക്കെ, ഇതിൽ കൺസൾട്ടൻസി സർവീസസ് എന്ന് പറയുമ്പോൾ അഡ്വൈസുകൾ പ്രൊവൈഡ് ചെയ്യുക, ഗൈഡൻസുകൾ പ്രൊവൈഡ് ചെയ്യുക, അതേപോലെ ഒരു ഫീ നമ്മൾ വാങ്ങുന്നുണ്ട്. നമ്മളുടെ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസിന് പകരം നമ്മൾ എന്ത് വാങ്ങുന്നുണ്ട്? ഫീ വാങ്ങുന്നുണ്ട്. അത്തരത്തിൽ ഫീ വാങ്ങിയിട്ട് അഡ്വൈസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഒരു ഫിനാൻസ് റിലേറ്റഡ് മാറ്റേഴ്സിലായിക്കോട്ടെ, മാർക്കറ്റിംഗ് ആസ്പെക്ട്സിലായിക്കോട്ടെ, മാനേജറിയൽ ആസ്പെക്ട്സിലായിക്കോട്ടെ, ലീഗൽ ആസ്പെക്ട്സിലായിക്കോട്ടെ, ഇതിലെല്ലാം എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? അഡ്വൈസേഴ്സ്, ഗൈഡൻസസ് ആൻഡ് അതർ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? എന്താ നമ്മൾ പറയണത്? മർച്ചന്റ് ബാങ്കിങ്. മർച്ചന്റ് ബാങ്കിങ്ങിന് കൺസൾട്ടൻസി സർവീസും ഉണ്ട്, ബാങ്കിങ് സർവീസും ഉണ്ട്. 2 കാറ്റഗറിയാണ്. അതിൽ കൺസൾട്ടൻസി സർവീസ് ആണ് നമ്മൾ പറഞ്ഞത്. കൺസൾട്ടൻസി സർവീസ് എന്താണ്? ഫിനാൻഷ്യൽ മാറ്റേഴ്സിൽ, മാർക്കറ്റിംഗ് മാറ്റേഴ്സിൽ, മാനേജറിയൽ ആസ്പെക്ട്സിൽ, ലീഗൽ മാറ്റേഴ്സിലെല്ലാം എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? നമ്മൾ അഡ്വൈസസ് കൊടുക്കുന്നുണ്ട്, ഗൈഡൻസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അതുപോലെ മറ്റു സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പകരം നമ്മൾ എന്ത് വാങ്ങുന്നുണ്ട്? ഒരു ഫീ, ഒരു എമൗണ്ട്, ഒരു ഫിക്സഡ് എമൗണ്ട്, നമ്മളൊരു സർട്ടൻ എമൗണ്ട് നമ്മൾ പകരം വാങ്ങുന്നുണ്ട്. ഇനി രണ്ടാമത്തെ സർവീസ് എന്താണ്? ബാങ്കിങ് ആണ്. ബാങ്കിങ് എന്താ പറയുന്നത്? helps to start a business, helps to raise finance, etc. ഒരു ബിസിനസ് എൻറ്റിറ്റിനെ, ഒരു കമ്പനീനെ, ഒരു ഓർഗനൈസേഷനെ ഒരു ന്യൂ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യും, പുതിയ ബിസിനസ് തുടങ്ങാൻ സഹായിക്കുന്നുണ്ട്. അതേപോലെ അവർക്ക് ക്യാപിറ്റൽ അല്ലെങ്കിൽ ഫിനാൻസ് റൈസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് മർച്ചന്റ് ബാങ്കിങ്ങിൽ വരുന്നത്. മർച്ചന്റ് ബാങ്കിങ് എന്ന് പറയുന്നത് ഒരു ബ്രിട്ടീഷ് കൺസെപ്റ്റ് ആണ്.
1969 ഗ്രീൻലേക്സ് ബാങ്ക് ആണ് ഇന്ത്യയിലേക്ക് ആ കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. 1970 മുതലാണ് അത് പ്രോഗ്രസീവായി തുടങ്ങിയിട്ടുള്ളത്. കൺസൾട്ടൻസി സർവീസും ബാങ്കിങ് സർവീസും രണ്ട് രീതിയിലുള്ള സർവീസുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ബാങ്കിങ് എന്ന് പറയുമ്പോൾ ഫിനാൻസ് റിലേറ്റഡ്, അതായത് ബിസിനസ് തുടങ്ങാൻ സഹായിക്കുക, ഫണ്ട് കളക്ട് ചെയ്യാൻ സഹായിക്കുക, അങ്ങനെ. കൺസൾട്ടൻസി പറയുമ്പോൾ എന്താ, അഡ്വൈസ് പ്രൊവൈഡ് ചെയ്യുക, ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുക, മറ്റു റിലേറ്റഡ് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളത് മർച്ചന്റ് ബാങ്കിങ്ങിന്റെ ഫങ്ഷൻസ് ആണ് കേട്ടോ. ഇനി മർച്ചന്റ് ബാങ്കിങ്ങിന്റെ ഫങ്ഷൻസ്. ഓക്കെ, യെസ്, നമ്മൾ പറയുന്നത് ഫങ്ഷൻസ് ഓഫ് മർച്ചന്റ് ബാങ്കിങ് അല്ലെ. മർച്ചന്റ് ബാങ്കിങ്ങിന്റെ ഫങ്ഷൻസ് ആണ് നമ്മൾ പറയുന്നത്. ഫസ്റ്റ് വൺ എന്താ, റൈസിംഗ് ഫിനാൻസ് ഫോർ ക്ലയൻസ്. മർച്ചന്റ് ബാങ്കേഴ്സ് അവരുടെ ക്ലയൻസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഫിനാൻസ് അല്ലെങ്കിൽ ഫണ്ട് റൈസ് ചെയ്യുന്നുണ്ട്. ആ ഫണ്ട് റൈസ് ചെയ്യുന്നത് ഏതൊക്കെ ത്രൂ ആണ്, ഷെയർസ് ഇഷ്യൂ ചെയ്ത് ഡിബഞ്ചേഴ്സിലൂടെ ബാങ്ക് ലോണുകൾ എടുത്തിട്ടൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ബോത്ത് ഫ്രം ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ മാർക്കറ്റ്. ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്നും ഇന്റർനാഷണൽ മാർക്കറ്റിൽ നിന്നും ഷെയർസ് ത്രൂ ഡിബഞ്ചേഴ്സ്, ഷെയർസ്, സെക്യൂരിറ്റീസ്, ബാങ്ക് ലോൺസ്, അങ്ങനെയുള്ള അങ്ങനെയുള്ള വേസിലൂടെയെല്ലാം ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്നും ഇന്റർനാഷണൽ മാർക്കറ്റിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്, മർച്ചന്റ് ബാങ്കേഴ്സ് അവരുടെ ക്ലയൻസിന് വേണ്ടി ഫിനാൻസ് റൈസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ ഈ ഫിനാൻസ് റൈസ് ചെയ്യുന്നത് മേ ബി ഒരു ന്യൂ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനാവും, അല്ലെങ്കിൽ എന്തിനായിരിക്കും, എക്സിസ്റ്റിംഗ് ബിസിനസ് എക്സ്പാൻഡ് ചെയ്യാൻ, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ബിസിനസിന്റെ മോഡേണൈസേഷൻ ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? നമ്മൾ എന്താ പറയണത്, മർച്ചന്റ് ബാങ്കിങ്. മർച്ചന്റ് ബാങ്കിങ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ഒരു ബ്രിട്ടീഷ് കൺസെപ്റ്റ് ആണ്. 1969 വന്നത്. ബാങ്കിങ് സർവീസസും കൺസൾട്ടൻസി സർവീസസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഇപ്പം പറയണത് മർച്ചന്റ് ബാങ്കിങ്ങിന്റെ ഫങ്ഷൻസ് ആണ് അല്ലേ. അതിൽ നമ്മൾ ഫസ്റ്റ് വൺ എന്താ പറയണത്, റൈസിംഗ് ഫിനാൻസ് ഫോർ ക്ലയൻസ്. മർച്ചന്റ് ബാങ്കേഴ്സ് അവരുടെ ക്ലയൻസിന് വേണ്ടിയിട്ട് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു, എന്ത് റൈസ് ചെയ്യുന്നുണ്ട്, ഫിനാൻസ് റൈസ് ചെയ്യുന്നുണ്ട് ഇല്ലേ. എങ്ങനെയാ ഫിനാൻസ് റൈസ് ചെയ്യുന്നത്, ഷെയറിലൂടെ, ഡിബഞ്ചറിലൂടെ, ബാങ്ക് ലോണൊക്കെ എടുത്തിട്ട് അവരുടെ ക്ലയൻസിന് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ആ ഫിനാൻസ് അവർ റൈസ് ചെയ്യുന്നത് ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്നും ഇന്റർനാഷണൽ മാർക്കറ്റിൽ നിന്നും ആവാം. മേ ബി ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്നാവാം, അല്ലെങ്കിൽ ഇന്റർനാഷണൽ മാർക്കറ്റിൽ നിന്നാവാം. അതുമല്ലെങ്കിൽ ഇനി ഈ ഫണ്ട് റൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫിനാൻസ് റൈസ് ചെയ്യുന്നത് ഒരു ന്യൂ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനാവാം, അതല്ല എന്നുണ്ടെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് ബിസിനസിന്റെ എക്സ്പാൻഷനോ മോഡേണൈസേഷനോ ആവാം. അതാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. ദെൻ the next one, second one, brokering stock exchanges. സ്റ്റോക്ക് എക്സ്ചേഞ്ചസിൽ ഒരു ബ്രോക്കർ ആയിട്ട് ആര് ആക്ട് ചെയ്യുന്നുണ്ട്, മർച്ചന്റ് ബാങ്കേഴ്സ് ആക്ട് ചെയ്യുന്നു. എങ്ങനെയാണ്, ബൈ ആൻഡ് സെൽ ഷെയർസ് ഓൺ ബിഹാഫ് ഓഫ് ദെയർ ക്ലയൻസ്. അതായത് ക്ലയൻസിന്റെ ഓൺ ബിഹാഫിൽ, അതായത് ക്ലയൻസിന് പകരം ഷെയർസ് വാങ്ങി വിൽക്കുകയൊക്കെ ചെയ്യുന്നത് ആരാണ്, മർച്ചന്റ് ബാങ്കേഴ്സ് ആണ്. പക്ഷേ ഈ മർച്ചന്റ് ബാങ്കേഴ്സ് ഇത്തരത്തില് ഷെയർസ് വാങ്ങാൻ വിൽക്കും ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അത് ആരുടെ കൺസെന്റോട് കൂടിയിട്ടാണ്, ഈ ക്ലയൻസിന്റെ കൺസെന്റോട് കൂടിയിട്ടാണ്. ക്ലയൻസ് പറയുന്നത് പ്രകാരമാണ് മർച്ചന്റ് ബാങ്കേഴ്സ് എന്ത് ചെയ്യുന്നത്, ഷെയർസ് അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിൽ ഒരു ബ്രോക്കർ എന്നുള്ള രീതിയിൽ ആക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഏത് ഷെയർസ് വാങ്ങണം, വിച്ച് ഷെയർസ് ടു ബൈ, ഏതൊക്കെ ഷെയർസ് വാങ്ങണം, വെൻ ടു ബൈ, എപ്പോൾ വാങ്ങണം, അതേപോലെ ഹൗ മച്ച് ടു ബൈ, എത്ര ക്വാണ്ടിറ്റി വാങ്ങണം, വെൻ ടു സെൽ, ഏത് നമ്മൾ വിൽക്കണം, അങ്ങനെയുള്ള എല്ലാ മാറ്റേഴ്സിന്റെ മീതെ അഡ്വൈസസും ആര് പ്രൊവൈഡ് ചെയ്യുന്നു, മർച്ചന്റ് ബാങ്കേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ എന്താ പറയുന്നത്, നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് ആണ്. അത് എന്താ പറയുന്നത്, ബ്രോക്കർ ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചസിൽ ഒരു ബ്രോക്കർ ആയിട്ടാണ് ആര് ആക്ട് ചെയ്യണത്, മർച്ചന്റ് ബാങ്കേഴ്സ് ആക്ട് ചെയ്യണത്. എങ്ങനെയാ ബ്രോക്കറായി ആക്ട് ചെയ്യുന്നു എന്നുള്ളത് എങ്ങനെയാണ്, അവരുടെ ക്ലയൻസിന് ഓൺ ബിഹാഫ്, അവരുടെ പകരം ക്ലയൻസിന് വേണ്ടിയിട്ട് ഷെയർസ് വാങ്ങുന്നുണ്ട്, വിൽക്കുന്നുണ്ട്. അതേപോലെ വിച്ച് ഷെയർസ് ടു ബൈ, ഏതൊക്കെ ഷെയർ വാങ്ങണം, എപ്പോൾ വാങ്ങണം, എത്ര ക്വാണ്ടിറ്റി വാങ്ങണം, ദെൻ ഏതൊക്കെ ഷെയർസ് വിൽക്കണം, എപ്പോൾ വിൽക്കണം, എത്ര ക്വാണ്ടിറ്റി വിൽക്കണം എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള എല്ലാ മാറ്റേഴ്സിൻ്റെ മീഡിയം എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു, അഡ്വൈസസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, അതാണ് ആദ്യത്തെ രണ്ട് പോയിന്റ് ഇപ്പം നമ്മൾ പറഞ്ഞത്. ദെൻ ദ തേർഡ് വൺ, പ്രൊജക്ട് മാനേജ്മെന്റ്. എന്താ പ്രൊജക്ട് മാനേജ്മെന്റ്? ഇപ്പൊ നമ്മൾ പറഞ്ഞു, ചിലപ്പോൾ ഒരു ന്യൂ ബിസിനസ് എസ്റ്റാബ്ലിഷ് ചെയ്യാമോ, അല്ലെങ്കിൽ ഒരു എക്സിസ്റ്റിംഗ് ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യാനോ, അതിൻ്റെ ഒരു മോഡേണൈസേഷൻ ആവാം അല്ലേ. സോ അത്തരത്തിൽ ഒരു ന്യൂ
ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാൻ മോഡേണൈസേഷൻ ഒക്കെ വേണ്ടിയിട്ട് ഒരു പ്രൊജക്റ്റിന്റെ ലൊക്കേഷൻ, ആ ലൊക്കേഷൻ ഫിക്സ് ചെയ്യുക, പ്രൊജക്റ്റ് റിപ്പോർട്ടുകൾ പ്രിപ്പയർ ചെയ്യുക, ആ ഒരു പ്രൊജക്റ്റിന് വേണ്ട ഫണ്ട് അല്ലെങ്കിൽ ഫിനാൻസ് എവിടെ നിന്നൊക്കെ കിട്ടും, ഏതൊക്കെ സോഴ്സസ് ത്രൂ റൈസ് ചെയ്യാം എന്നുള്ളത് പ്ലാൻ ചെയ്യുക, ആ ഒരു പ്രൊജക്റ്റിനെ പറ്റിയിട്ടുള്ള ഫീസിബിലിറ്റി സ്റ്റഡി നടത്തുക. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ആര് ചെയ്യുന്നുണ്ട്? മർച്ചന്റ് ബാങ്കേഴ്സ് ചെയ്യുന്നുണ്ട്. അവരെന്തായിട്ട് ആക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? പ്രൊജക്ട് മാനേജ്മെന്റ്. ക്ലിയർ ആണോ? എന്താ പറയുന്നത്? മർച്ചന്റ് ബാങ്കേഴ്സ് അവരുടെ ക്ലയൻസിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊജക്ട് മാനേജ്മെന്റ്. ഈ പ്രൊജക്ട് മാനേജ്മെന്റ് എന്ന് പറയുന്നത് എന്താ? ഒരു ന്യൂ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ബിസിനസ്സിന് എക്സ്പാൻഡ് ചെയ്യാനോ മോഡേണൈസേഷനൊക്കെ വേണ്ടിയാണ് നമ്മൾ പ്രൊജക്റ്റ് പ്ലാൻ ചെയ്യുക അല്ലേ? അപ്പോൾ ഒരു പ്രൊജക്റ്റ് പ്ലാൻ ചെയ്യുമ്പോൾ അതിൻ്റെ ലൊക്കേഷൻ എവിടെ വേണം, അതേപോലെ ആ പ്രൊജക്റ്റുമായി റിലേറ്റ് ചെയ്ത പ്രൊജക്റ്റ് റിപ്പോർട്ടുകൾ പ്രിപ്പയർ ചെയ്യുക, ആ പ്രൊജക്റ്റിന്റെ ഫീസിബിലിറ്റി സ്റ്റഡി കണ്ടക്ട് ചെയ്യാം, ദെൻ ആ പ്രൊജക്റ്റിന് വേണ്ട ഫിനാൻസസ് ഏതൊക്കെ സോഴ്സസ് ത്രൂ കിട്ടും എന്നുള്ളതൊക്കെ എന്ത് ചെയ്യുക? പ്രോപ്പറായി ഫിനാൻസ് പ്ലാൻ ചെയ്യാം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ആരാ ചെയ്യുന്നത്? മർച്ചന്റ് ബാങ്കേഴ്സ് അവരുടെ ക്ലയൻസിന് വേണ്ടി ചെയ്യുന്നു. ക്ലിയർ അല്ലേ? അപ്പോൾ ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞു, രണ്ടാമത്തെ പോയിന്റ് പറഞ്ഞു, മൂന്നാമത്തെ പോയിന്റ് പറഞ്ഞു. ദെൻ ദ ഫോർത്ത് വൺ, advice on expansion and modernization. ഒരു എക്സിസ്റ്റിംഗ് ബിസിനസ് എക്സ്പാൻഷൻ അല്ലെങ്കിൽ മോഡേണൈസേഷൻ പോവുകയാണെന്നുണ്ടെങ്കിൽ മർജേഴ്സിലൂടെ ആവാം. എക്സ്പാൻഷൻ മോഡേണൈസേഷൻ എന്നൊക്കെ പറയുമ്പോൾ മർജേഴ്സ് ആവാം, അമാൽഗമേഷൻ ആവാം, അക്വിസിഷൻ ആവാം, ടേക്ക് ഓവേഴ്സ് ആവാം, അല്ലെങ്കിൽ ജോയിന്റ് വെഞ്ചേഴ്സ് ആവാം, അല്ലെങ്കിൽ ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷൻസ് ആവാം. നിങ്ങൾക്ക് അറിയാതൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുള്ളതായിരിക്കും. സോ അത്തരത്തിലുള്ള മർജേഴ്സിന്റെ മീതെ, അമാൽഗമേഷന്റെ മീതെ, അക്വിസിഷൻസ്, ടേക്ക് ഓവേഴ്സ്, ജോയിന്റ് വെഞ്ചേഴ്സ്, ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷൻസ് തുടങ്ങിയിട്ടുള്ള എക്സ്പാൻഷൻ ആൻഡ് മോഡേണൈസേഷൻ പ്രോസസ്സിന് വേണ്ട എല്ലാ അഡ്വൈസസും എല്ലാ ഗൈഡൻസും ആര് പ്രൊവൈഡ് ചെയ്യുന്നു? മർച്ചന്റ് ബാങ്കേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നു. ക്ലിയർ ആണോ? എന്താ പറയണത്? ഒരു എക്സിസ്റ്റിംഗ് ബിസിനസ്, ഒരു എക്സിസ്റ്റിംഗ് കമ്പനി എന്ത് ചെയ്യാണ്? മോഡേണൈസേഷന് പോവുകയാണ് അല്ലെങ്കിൽ എക്സ്പാൻഡ് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്ത ചിലപ്പോൾ മർജർ ആവാം അവർ ചൂസ് ചെയ്യണത്, അമാൽഗമേഷൻ ആവാം, അക്വിസിഷനോ ടേക്ക് ഓവറോ ജോയിന്റ് വെഞ്ചറോ എന്ത് വേണമെങ്കിലും ആവാം. ഇതിലേത് പ്രോസസ്സിലൂടെ പോവുകയാണെന്നുണ്ടെങ്കിലും അതിന് വേണ്ട എല്ലാ ഗൈഡൻസസും എല്ലാ അഡ്വൈസസും പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? മർച്ചന്റ് ബാങ്കേഴ്സ് ആണ്. ദെൻ ദ ഫിഫ്ത്ത് വൺ, മാനേജിംഗ് പബ്ലിക് ഇഷ്യൂ ഓഫ് കമ്പനീസ്. ഒരു കമ്പനി പബ്ലിക്കിന് ഷെയർ ഇഷ്യൂ ചെയ്യാണ്. പബ്ലിക് ഇഷ്യൂ പറഞ്ഞാൽ എന്താ? ആ കമ്പനിയുടെ ഷെയർസ് ആർക്ക് കൊടുക്കുകയാണ്? ആർക്ക് ഇഷ്യൂ ചെയ്യാണ്? പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യാണ്. അതിനല്ലേ നമ്മൾ പറയാം. സോ ആ പബ്ലിക് ഇഷ്യൂവിന്റെ സമയത്ത് ടൈമിംഗ് ഓഫ് പബ്ലിക് ഇഷ്യൂ, എപ്പോഴാണ് പബ്ലിക് ഇഷ്യൂ നടത്തേണ്ടത്? ദെൻ പ്രൈസ് ഓഫ് പബ്ലിക് ഇഷ്യൂ, എത്രയാണ് ഷെയറിന്റെ പ്രൈസ്, ഫേസ് വാല്യൂ എത്ര ഡിറ്റർമൈൻ ചെയ്യണം, എത്രയാക്കി വെക്കണം. ദെൻ ലിസ്റ്റിംഗ് ഷെയർസ് ഓൺ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എപ്പോൾ ലിസ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ അത് ലിസ്റ്റ് ചെയ്യേണ്ട പ്രൊസീജിയേഴ്സ്. ദെൻ ആക്ട് ആസ് എ മാനേജർ ടു ദി ഇഷ്യൂ, അതായത് നമ്മൾ ഷെയർസ് പബ്ലിക്കിന് ഇഷ്യൂ ചെയ്യുമ്പോൾ ഒരു മാനേജർ എന്നുള്ള രീതിയിൽ ആക്ട് ചെയ്യും. അതായത് അപ്ലിക്കേഷൻ്റെ കാര്യങ്ങൾ, അലോട്ട്മെന്റിന്റെ കാര്യങ്ങളൊക്കെ, അപ്ലിക്കേഷൻ മണി റിസീവ് ചെയ്യാം, അലോട്ട്മെന്റ് എത്ര വേണം, എത്ര ക്വാണ്ടിറ്റീസ് എത്ര ആളുകൾക്ക് എന്നുള്ളത് തീരുമാനിക്കാം. അങ്ങനെയുള്ള എല്ലാ പ്രോസസ്സിലും പബ്ലിക് ഇഷ്യൂയുടെ ടൈമിംഗ് തീരുമാനിക്കണം, സൈസ് തീരുമാനിക്കണം, പ്രൈസ് തീരുമാനിക്കണം, അത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യേണ്ട സമയം തീരുമാനിക്കണം, അതേപോലെ അതിൻ്റെ അപ്ലിക്കേഷൻസും അലോട്ട്മെന്റും ആയിട്ടുള്ള എല്ലാ പ്രോസസ്സുകളും തീരുമാനിക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങളെല്ലാം ആര് ചെയ്യുന്നുണ്ട്? മർച്ചന്റ് ബാങ്കേഴ്സ് ചെയ്യുന്നുണ്ട്. Then sixth one, handling government consent for ഇൻഡസ്ട്രിയൽ പ്രൊജക്ട്. അതായത് നമ്മളൊരു പ്രൊജക്ട്, ഒരു ന്യൂ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാണ് അല്ലെങ്കിൽ അത് എക്സ്പാൻഷനോ മോഡേണൈസേഷനോ എന്തായിക്കോട്ടെ, ആ ഒരു കമ്പനിയുടെ ആ ഒരു ബിസിനസിന്റെ ഒരു ന്യൂ പ്രൊജക്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ അതിന് ഗവൺമെന്റ് കൺസെന്റ് വേണം, ഗവൺമെന്റ് സമ്മതിക്കണം, അപ്രൂവൽ വേണ്ട ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന്. നമുക്കറിയാം ഗവൺമെന്റിന് ഇത്തരത്തിലൊരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇത് നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരുപാട് ഫോർമാലിറ്റീസ്, ഒരുപാട് ലീഗൽ കംപ്ലൈൻസ് ഒക്കെ ആവശ്യമായി വരില്ലേ? അപ്പൊ അത്തരം ഫോർമാലിറ്റീസിനെ മീറ്റ് ചെയ്യാനും അത്തരത്തിലുള്ള ഡോക്യുമെന്റുകൾ ശരിയാക്കാനൊക്കെ ആര് സഹായിക്കുന്നുണ്ട്? മർച്ചന്റ് ബാങ്കേഴ്സ് സഹായിക്കുന്നുണ്ട്. ഈ നമ്മളിപ്പോൾ പറഞ്ഞത് മർച്ചന്റ് ബാങ്കിങ്ങിന്റെ ഫങ്ഷൻസ് ആണ്. 6 ഫങ്ഷൻസ് ആണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനിയും പറയാനുണ്ട് കേട്ടോ, ഒരു 6 മോർ അല്ലെങ്കിൽ ഒരു 7 ഫങ്ഷൻസ് ഇനിയും പറയാനുണ്ട്. ഓക്കെ, യെസ്, നമ്മുടെ 7th പോയിന്റ് ആണ് സ്പെഷ്യൽ അസിസ്റ്റൻസ് ടു സ്മോൾ കമ്പനീസ് ആൻഡ് ഓൺടർപ്രണേഴ്സ്. എന്താ പറയണത്? ചെറിയ കമ്പനീസിനും സ്മോൾ കമ്പനീസിനും അതേപോലെ
ഓൺട്രപ്രണേഴ്സിനൊക്കെ എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മർച്ചന്റ് ബാങ്കേഴ്സ്? സ്പെഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണ്? അബൌട്ട് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ്, ഗവൺമെന്റ് പോളിസീസ്, ഇൻസെന്റീവ്സ് ആൻഡ് കൺസെഷൻസ് അവൈലബിൾ. എന്തൊക്കെ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് ആണ് നമ്മുടെ മുന്നിൽ അവൈലബിൾ ആയിട്ടുള്ളത്? അതേപോലെ ഗവൺമെന്റ് പോളിസീസ് എങ്ങനെയാണ്, ഇൻസെന്റീവ്സും കൺസെഷൻസും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളത് എത്രമാത്രം ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട് ആർക്ക് ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ആർക്ക് അഡ്വൈസേഴ്സ് ഗൈഡൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? സ്മോൾ കമ്പനീസ് അല്ലെങ്കിൽ ഓൺട്രപ്രണേഴ്സിന്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ എന്താ പറയുന്നത്? 7th പോയിന്റ് ആണ്. സ്മോൾ കമ്പനീസിനും ഓൺട്രപ്രണേഴ്സിനും ഒക്കെ മർച്ചന്റ് ബാങ്കേഴ്സ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? സ്പെഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ഈ സ്പെഷ്യൽ അസിസ്റ്റൻസിന് എന്താ പറയുന്നത്? ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്, അഡ്വൈസസ് കൊടുക്കുന്നുണ്ട്, ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തിനൊക്കെ പറ്റിയിട്ടാ? ബിസിനസ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചിട്ട്, ഗവൺമെന്റ് പോളിസീസിനെ കുറിച്ചിട്ട്, ഇൻസെന്റീവ്സിനെയും കൺസെഷൻസിനെയൊക്കെ കുറിച്ചിട്ട് എല്ലാം എന്ത് പ്രൊവൈഡ് ചെയ്യുന്നു? ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. Then the eighth point ആണ് സർവീസസ് ടു പബ്ലിക് സെക്ടർ യൂണിറ്റ്. പബ്ലിക് സെക്ടർ യൂണിറ്റ്സിന് സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ സർവീസസ് ആണ്? ലോങ് ടൈം ക്യാപിറ്റൽ റൈസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്, സെക്യൂരിറ്റീസിനെ മാർക്കറ്റ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. ഓക്കെ, എന്താ പറയണത്? 8th പോയിന്റ് ആണ് സർവീസസ് ടു പബ്ലിക് സെക്ടർ യൂണിറ്റ്. ഗവൺമെന്റ് സെക്ടർ അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ യൂണിറ്റ്സിന് ലോങ് ടേം ക്യാപിറ്റൽ റൈസ് ചെയ്യാൻ, ലോങ് ടേം ഫണ്ടുകൾ റൈസ് ചെയ്യാൻ, അതേപോലെ സെക്യൂരിറ്റീസിനെ മാർക്കറ്റ് ചെയ്യാൻ എല്ലാം ആര് സഹായിക്കുന്നു? മർച്ചന്റ് ബാങ്ക് സഹായിക്കുന്നുണ്ട്. ദെൻ 9th പോയിന്റ് ആണ് റിവൈവൽ ഓഫ് സിക്ക് ഇൻഡസ്ട്രിയൽ യൂണിറ്റ്. എന്താ സിക്ക് ഇൻഡസ്ട്രിയൽ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സിക്ക് ഇൻഡസ്ട്രിയൽ യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സിക്ക് യൂണിറ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോസിലൂടെ പോണത് അല്ലെങ്കിൽ പ്രോഫിറ്റബിൾ അല്ലാത്ത കമ്പനികളെയാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ബിസിനസ് ഓർഗനൈസേഷനെയാണ് നമ്മൾ സിക്ക് യൂണിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് പ്രോഫിറ്റ് തരുന്നില്ല, നഷ്ടമാണ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ, അപ്പൊ അത്തരം യൂണിറ്റിന്റെ സിക്ക് ഇൻഡസ്ട്രിയൽ യൂണിറ്റുകളുടെ റിവൈവൽ, അതായത് അവരുടെ പുനരുദ്ധാരണം അല്ലെങ്കിൽ അത് വീണ്ടും നല്ല രീതിയിൽ പ്രോഫിറ്റബിൾ ആക്കി മാറ്റുക, അതിനു വേണ്ടിയിട്ട് ആര് സഹായിക്കുന്നുണ്ട്? മർച്ചന്റ് ബാങ്ക് സഹായിക്കുന്നുണ്ട്. സിക്ക് ഇൻഡസ്ട്രിയൽ യൂണിറ്റുകളുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള റിവൈവൽ ആക്ടിവിറ്റീസിനൊക്കെ ആര് സഹായിക്കുന്നു? മർച്ചന്റ് ബാങ്ക് സഹായിക്കുന്നുണ്ട്. യെസ്, മാനേജ്മെന്റ്. എന്താ മാനേജ്മെന്റിൽ പറയണത്? മർച്ചന്റ് ബാങ്കേഴ്സ് അവരുടെ ക്ലയൻസ് എന്ന് പറയുന്നത് ആരാണ്? കമ്പനീസ് അല്ലെങ്കിൽ ബിസിനസ് എൻറ്റിറ്റീസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് ആണ്. സോ അവരുടെ ക്ലയൻസിന്റെ അല്ലെങ്കിൽ അവരുടെ ബിസിനസ് ഓർഗനൈസേഷന്റെ ഇൻവെസ്റ്റ്മെന്റിനെ മാനേജ് ചെയ്യുന്നുണ്ട്. ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് ഇൻ ദ സെൻസ് പോർട്ട്ഫോളിയോ മാനേജ്മെന്റ്. എന്താ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്? നമ്മൾ ഒരൊറ്റ അസറ്റിൽ, ഒരൊറ്റ സ്റ്റോക്കിൽ, ഒരൊറ്റ സെക്യൂരിറ്റിയിലല്ലാതെ ഒരുപാട് സെക്യൂരിറ്റീസിൽ അല്ലെങ്കിൽ ഒരുപാട് അസറ്റുകളിൽ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തുന്നതിനെയാണ് ഒരു ഗ്രൂപ്പ് ഓഫ് സെക്യൂരിറ്റീസിൽ, ഒരു ഗ്രൂപ്പ് ഓഫ് അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. സോ മർച്ചന്റ് ബാങ്കേഴ്സ് പോർട്ട്ഫോളിയോ മാനേജ് ചെയ്യുന്നുണ്ട് അവരുടെ ക്ലയൻസിന്റെ. പോർട്ട്ഫോളിയോ മാനേജ്മെന്റ് എന്തിനു സഹായിക്കുന്നുണ്ട്? ഇൻവെസ്റ്റ്മെന്റ് സേഫ് ആയിരിക്കും, ലിക്വിഡ് ആയിരിക്കും, പ്രോഫിറ്റബിൾ ആയിരിക്കും. ഓക്കെ, എന്താ പറയണത്? ഒരു മർച്ചന്റ് ബാങ്കർ എന്തിനു സഹായിക്കുന്നു? അവരുടെ ക്ലയൻസിന്റെ ഇൻവെസ്റ്റ്മെന്റ്സ് അതിനെ മാനേജ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാ മാനേജ് ചെയ്യുന്നത്? പോർട്ട്ഫോളിയോയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് എന്താണ്? എ ഗ്രൂപ്പ് ഓഫ് അസറ്റ്സ് അല്ലെങ്കിൽ എ ഗ്രൂപ്പ് ഓഫ് സെക്യൂരിറ്റീസ്. ഒരു ഗ്രൂപ്പ് ഓഫ് അസറ്റ്സ് അല്ലെങ്കിൽ സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു അസറ്റിന്റെ വാല്യൂ കുറഞ്ഞാലും മറ്റേ അസറ്റ് കൂടുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ആ റിസ്ക് കോമ്പൻസേറ്റ് ചെയ്ത് പോകുന്നുണ്ട്, ആ ലോസ് കോമ്പൻസേറ്റ് ചെയ്ത് പോകുന്നുണ്ട് ഇല്ലേ? സോ ഇൻവെസ്റ്റ്മെന്റ് സേഫ് ആണ്, പ്രോഫിറ്റബിൾ ആണ്, ലിക്വിഡ് ആണ്. ദെൻ 11th point കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ്. നമ്മൾ നേരത്തെ പറഞ്ഞു എക്സ്പാൻഷൻ, മോഡേണൈസേഷൻ, മെർജേഴ്സ് ആവാം, അക്വിസിഷൻ ആവാം, ടേക്ക് ഓവേഴ്സ് ആവാം, അമാൽഗമേഷൻ ആവാം എന്നെല്ലാം നമ്മൾ പറഞ്ഞു. സോ അത്തരത്തിലുള്ള കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ്സിന് വേണ്ട ലീഗൽ ഫോർമാലിറ്റീസ് കംപ്ലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഡോക്യുമെന്റേഷൻസിനും കാര്യങ്ങൾക്കൊക്കെ ആര് സഹായിക്കുന്നുണ്ട്? ബിസിനസ് എൻറ്റിറ്റീസിനെ, ബിസിനസ് ഓർഗനൈസേഷൻസിനെ മർച്ചന്റ് ബാങ്ക് സഹായിക്കുന്നു. ദെൻ the 12th one മണി മാർക്കറ്റ് ഓപ്പറേഷൻസ്. എന്താ മണി മാർക്കറ്റ് ഓപ്പറേഷൻ? മണി മാർക്കറ്റ് എന്താ? നമ്മൾ പറഞ്ഞു ഷോർട്ട് ടേം സെക്യൂരിറ്റീസ്, ഷോർട്ട് ടേം അസറ്റ്സുകൾ നമ്മൾ ട്രേഡ് ചെയ്യുന്ന മാർക്കറ്റാണ് മണി മാർക്കറ്റ്. അതായത് ലെസ് ദാൻ 1 year, ഒരു വർഷം, അപ് ടു 1 year അല്ലെങ്കിൽ ലെസ് ദാൻ 1 year, ഒരു വർഷം വരെയുള്ള ഷോർട്ട് ടേം ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ് ആണ് നമ്മൾ മണി മാർക്കറ്റിൽ ഡീൽ ചെയ്യുക അല്ലേ? അപ്പോൾ മണി മാർക്കറ്റ് ഓപ്പറേഷൻസിന് ആര് സഹായിക്കുന്നുണ്ട്?
സഹായിക്കുന്നുണ്ട്? മർച്ചന്റ് ബാങ്കേഴ്സ് സഹായിക്കുന്നുണ്ട്. ഈ മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത് ഏതാ? ഗവൺമെന്റ് ബോൺസ് ആവാം, കൊമേഴ്ഷ്യൽ പേപ്പേഴ്സ് ആവാം, CDs അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് ആവാം, ട്രഷറി ബിൽസ് ആവാം. അത്തരത്തിലുള്ള മണി മാർക്കറ്റ് ഇൻസ്ട്രുമെന്റ്സിനെ ഡീൽ ചെയ്യുന്നുണ്ട്, അതിനെ മാനേജ് ചെയ്യുന്നുണ്ട്. Then the next one, leasing services. What is leasing? Leasing എന്ന് പറഞ്ഞാൽ എന്താ? It is a contract or agreement between lessor and lessee. ലെസ്സറും ലെസ്സിയും തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റിനെയാണ്, ഒരു എഗ്രിമെന്റിനെയാണ് നമ്മൾ എന്ത് പറയണത്? ലീസിംഗ് എന്ന് പറയുന്നത്. ലെസ്സർ അലോസ് യൂസ് ഓഫ് ഹിസ് സ്പെസിഫിക് asset such as equipment by the lessee for a certain period. ലെസ്സർ എന്ത് ചെയ്യുന്നു? ഇപ്പം എൻ്റെ കയ്യിൽ ഒരു അസറ്റ് ഉണ്ട് അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റ് ഉണ്ടെങ്കിൽ ഞാൻ അത് നിങ്ങൾക്ക് ലീസിന് തരാന്നുണ്ടെങ്കിൽ ഞാൻ ലെസ്സറും നിങ്ങൾ ലെസ്സിയുമാണ്. ദെൻ എൻ്റെ കയ്യിലാണ് അസറ്റ്, ഞാനത് കുറച്ചൊരു എമൗണ്ടിന് വേണ്ടിയിട്ട് ഒരു സ്പെസിഫൈഡ് പീരീഡിലേക്ക് നിങ്ങൾക്ക് തരികയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ലീസിംഗ് സർവീസസ് ആര് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? മർച്ചന്റ് ബാങ്കേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. Then the last one, the 14th one, management of interest and dividend. അതായത് മർച്ചന്റ് ബാങ്കേഴ്സ് അവരുടെ ക്ലയൻസ് ആരാണ്? കമ്പനികളാവാം, ബിസിനസ് എൻറ്റിറ്റീസ് ആവാം, ഓർഗനൈസേഷൻസ് ആവാം. സോ അവരുടെ ക്ലയൻസിന്റെ ഇൻട്രസ്റ്റിനെയും ഡിവിഡൻസിനെയൊക്കെ മാനേജ് ചെയ്യുന്നുണ്ട് പ്രോപ്പറായിട്ട്. എത്ര ഇൻട്രസ്റ്റ് കിട്ടാനുണ്ട്, അല്ലെങ്കിൽ ഡിവിഡൻഡ് ഏതൊക്കെ സെക്യൂരിറ്റിന്ന് ഏതൊക്കെ ഷെയർസിന് എത്രമാത്രം ഡിവിഡൻസ് കിട്ടും, അങ്ങനെയുള്ള കാൽക്കുലേഷൻസും കമ്പ്യൂട്ടേഷൻസും മാനേജ്മെന്റ് ഒക്കെ ആര് ചെയ്യുന്നുണ്ട്? മർച്ചന്റ് ബാങ്കേഴ്സ് ചെയ്യുന്നുണ്ട്. സോ നമ്മുടെ ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമ്മൾ എന്താ പറഞ്ഞത്? നമ്മൾ ഫിനാൻഷ്യൽ സർവീസസ് എന്ന് പറയുന്ന ആ ഒരു ഫിനാൻഷ്യൽ സിസ്റ്റത്തിന്റെ ആ ഒരു എലമെന്റ് അല്ലെങ്കിൽ ആ ഒരു കോമ്പണന്റിനെ പറ്റിയാണ് പറയണത്. ഫിനാൻഷ്യൽ സർവീസസിൽ നമ്മൾ മേജർ ആയിട്ട് അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 5 കോമ്പണന്റ്സ് നമ്മൾ ടേക്ക് ഡൗൺ ചെയ്തു. അതിൽ ഫസ്റ്റ് കോമ്പണന്റ് ആണ് മെർച്ചന്റ് ബാങ്കിങ് എന്ന് പറയുന്നത്. മെർച്ചന്റ് ബാങ്കിങ് എന്താന്ന് പറഞ്ഞു, അതിൻ്റെ 14 ഫങ്ഷൻസും പറഞ്ഞു കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക, നോട്ട്സ് ഒക്കെ പ്രോപ്പറായിട്ട് ടേക്ക് ഡൗൺ ചെയ്യുക. താങ്ക് യു.